ഹേ ഗേസ്, ഞാൻ റാസി. പുതിയൊരു കാറിൻ്റെ ബ്രേക്ക് ഇത്രത്തോളം പെർഫെക്ഷൻ ആവണമെങ്കിൽ എന്തായിരിക്കും കാരണം? ജസ്റ്റ് നമുക്കൊന്ന് കാല് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാർ അവിടെ സ്റ്റോപ്പ് ആവുന്നത് കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് കാല് വെച്ച് കൊടുത്താൽ മതി. പഴയ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്രത്തോളം ഡേർട്ടി ആയിട്ടുണ്ടെന്നുള്ളത്. കാരണം അതിൻ്റെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക്. നമുക്കതിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റും ചെളിയും അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു ആസിഡായിട്ട് മാറും. ആസിഡായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാ പാർട്ടിനെയും ഡാമേജ് ചെയ്യും. അതായത് നമ്മുടെ ബ്രേക്ക് സിലിണ്ടർ, അതുപോലെ മാസ്റ്റർ സിലിണ്ടർ, ബ്രേക്ക് കാലിപ്പർ, ലൈൻസ്, എല്ലാ ഭാഗങ്ങളും ഇത് ഡാമേജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ ഒരു കാറിൻ്റെ ബ്രേക്ക് നമുക്ക് ഫുള്ളി പെർഫെക്റ്റ് ആക്കി എടുക്കണം. നമുക്ക് സ്പെയർ പാർട്സ് നമുക്ക് കിട്ടിയിട്ടുള്ള യുണീക്ക് ഓട്ടോ സ്പേസ് എന്നാണ് തൊടുപുഴയുള്ള. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സേഫായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ കെയറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ അവരോട് നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല, പറഞ്ഞ സമയത്ത് നമുക്ക് സാധനം കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു മാസ്റ്റർ സിലിണ്ടർ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് TVS എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാസ്റ്റർ സിലിണ്ടറാണ് നമ്മുടെ ജെനുവിനായിട്ട് മാരുതി ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ആൾട്ടോ കാറിൽ. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം സിലിണ്ടർ നമുക്ക് കിട്ടണം. നമുക്ക് ഇൻസൈഡിൻ്റെ ആ ഒരു ഡെപ്ത് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ ആ ബൂസ്റ്ററിൻ്റെ അകത്ത് വരുന്ന സ്റ്റഡ് പുഷ് ചെയ്യുന്ന ഭാഗമാണിത്. അപ്പം നമുക്ക് പുതിയതിൻ്റെയും പഴയതിൻ്റെയും സെയിം ഡെപ്ത് ആണ് നോക്കണം. നമുക്ക് വന്നിട്ടുള്ള ജെനുവിനാണ്, സെയിം ടു സെയിം ആണ്. പക്ഷേ എന്നായാലും നമുക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം ഈ ഒരു പാർട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നത് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും നോക്കണം, ഇതിൻ്റെ എല്ലാ ഷേപ്പുകളും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണോ. അതുപോലെ തന്നെ നമുക്ക് ടോട്ടലി ഫുള്ളി നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇൻസൈഡ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഔട്ട് സൈഡിലേക്ക് നമുക്ക് പോകണം. അതായത് നമുക്ക് ആ ഓറിങ് വരുന്ന ഭാഗമുണ്ട്, ആ ഓറിങ് വരുന്ന ഭാഗവും സെയിം മെഷർമെൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് സെയിം മെഷർമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൂസ്റ്റർ ഡാമേജ് വരും. അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരും, റബ്ബറൊക്കെ ഡാമേജ് ആവും. അത് പിന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം ആണോ. അതായത് നമ്മളിത് കാറിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടാവരുത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് ബാക്കി വർക്കുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോകാൻ പറ്റണം. ഇനി നമുക്കിത് കാറിലേക്ക് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള പ്രോസസ്സ് ഒന്ന് കാണാം. നമ്മൾ കാറിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡ്. നമ്മൾ അകത്തുനിന്ന് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റഡ് പുറത്തേക്ക് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ബാക്കി എല്ലാ വീലുകളിലേക്കും പ്രഷർ കൊടുത്ത് ആ വീലുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബൂസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ഓയിൽ കൊടുക്കാം ഓറിങ്ങിലേക്ക്. കാരണം അത് കയറി പോകുമ്പം ആ ഒരു ഓറിങ് സ്ക്രാച്ച് ആവുക ക്രാക്ക് ആവുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളി അതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്മൂത്തായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റണം. നമ്മളത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷവും സിലിണ്ടർ പുറത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് സീറ്റ് ആവുന്ന രീതിയിൽ വെക്കണം. ഈ ഒരു സീലുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഫുള്ളി സീൽഡാണ്, ഇതിൻ്റെ അകത്തേക്ക് ഡസ്റ്റ് കാര്യങ്ങളൊന്നും പോകണ്ട. അപ്പോൾ നമ്മൾ ഓരോ സീലുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആ ലൈനുകളെല്ലാം ഫിക്സ് ചെയ്യണം. ഈ ജെനുവിൻ പാർട്ട് നമ്മൾ മേടിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. കാരണം ത്രെഡ്, അതിൻ്റെ പിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് ജസ്റ്റ് നമ്മൾക്ക് കുറച്ച് ഗ്രീസ് കാര്യങ്ങൾ കൊടുക്കുക, അങ്ങ് കയറ്റി വയ്ക്കുക, അത്രേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വയ്ക്കുന്നവരുണ്ട്. സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൈസയൊന്നും മതിയാവില്ല പിന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബൂസ്റ്ററിൽ വരുന്ന മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സ് വരുന്നത് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഇത്രയും പൈസയുടെ ഒരു സാധനം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ച് കാർ അങ്ങ് ഓടിച്ചിട്ട് കാര്യമില്ല.
കാര്യമില്ല എന്നല്ല, മേ ബി നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയേക്കാം, പക്ഷെ ആ ഒരു കറക്റ്റ് ആക്യുറസി നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് 4 വീൽ ബ്രേക്സ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന സിലിണ്ടറാണ്. ഇത് നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു, ലീക്കായിരുന്നു, കാണാൻ പറ്റും അതിൻ്റെ അകത്തു നിന്നൊക്കെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് മാറുന്നില്ല. അതുപോലെ ബ്രേക്ക് ഷൂസും കുഴപ്പമില്ല. ഇനി നമുക്ക് വരുന്ന ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീഡിങ് വാൽവുകളാണ്. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു 18-19 വർഷം പഴക്കമുള്ള വണ്ടിയുടെ ബീഡിങ് വാൽവ് അഴിക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. കാരണം പിന്നെ നമുക്ക് ലെയ്ത്തിലൊക്കെ കൊണ്ടുപോകണം, പല പല ബൂസ്റ്റ് ആ ഒരു കാലിപ്പർ അസംബ്ലി തന്നെ നമുക്ക് അഴിച്ച് കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പറ്റും ഫുൾ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത ശേഷം നമുക്കിതിൽ WD-40 അതുപോലെ തന്നെ ഗ്രീസ് കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യണം. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് കാറിലേക്ക് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരിക്കലും തന്നെ ഫുൾ ടൈറ്റ് ചെയ്യില്ല കേട്ടോ, കാരണം നമുക്ക് ബാക്കി പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ബൂസ്റ്റർ മാസ്റ്റർ സിലിണ്ടർ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറണം എന്നുള്ളൊരു പ്രോസസ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം ഇതൊന്ന് എൻ്റെ കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ എല്ലാ വീലുകളുടെയും ബീഡിങ് പോർട്ടുകൾ ടൈറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലൂയിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് TVSൻ്റെ തന്നെ .3 ഫ്ലൂയിഡാണ്. .3 ഫ്ലൂയിഡാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം പുതിയതായിട്ട് വരുന്ന കാറുകളിലൊക്കെയാണ് .4 വരുന്നത്. അപ്പം ഇത് ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ .3 ഫ്ലൂയിഡിനാണ്. അതിൽ നിങ്ങൾ ആ ഒരു ഫില്ലാവുന്ന ഭാഗം നോക്കി എന്തൊരു ക്ലാരിറ്റിയാണ്. അതായത് പുതിയൊരു സിലിണ്ടറാണത്, കാരണം നല്ലൊരു ഭംഗിയിൽ അത് ഫില്ലായി വന്നു. ഓക്കെ, ഇനി നമ്മൾ ഒരിക്കലും തന്നെ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യാൻ പാടില്ല. ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 by 1 ആയിട്ടുള്ള വീലുകൾ നമ്മൾ ഓപ്പൺ ചെയ്യും. ഇപ്പം ഞാൻ ഫ്രണ്ട് റൈറ്റ് വീലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിലൂടെ അകത്തിരിക്കുന്ന പഴയ ഫ്ലൂയിഡ് എല്ലാം പുറത്തേക്ക് വരണം. അതായത് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത സെയിം ക്വാളിറ്റി ഫ്ലൂയിഡ് നമുക്ക് പുറത്തേക്ക് കിട്ടണം. ആ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് 4 വീലിലും ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് വരുന്ന എയർ പുറത്തേക്ക് വരുന്ന ബബിൾസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ആ ബബിൾസ് ആയിട്ട് വരുന്നതെല്ലാം സ്റ്റോപ്പ് ആവണം. എന്നിട്ട് പ്യുവർ ഫ്ലൂയിഡ് വരണം പുറത്തേക്ക്. ആ ഒരു സമയത്തേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ എയർ ഏകദേശം ക്ലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. 4 വീലിലും ചെയ്യണം കേട്ടോ, കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ റിയറിൽ വരുന്ന ബ്രേക്ക് ഷൂവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ബബിൾസൊക്കെ ഒരു ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിൽ ഗൈസ് നിങ്ങൾ കാണണം, ഇതൊന്ന് നോക്കിയേ, കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് കേട്ടോ. അതായത് ഇത് സ്റ്റാർട്ടിംഗ് ആണ് ബബിൾസിൻ്റെ, ബ്ലാക്ക് ബബിൾസ് ആണ് വരുന്നത് കണ്ടോ. അതായത് ഇത്രയും മോശമുള്ള ഫ്ലൂയിഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതൊന്ന് നോക്കിയേ, ഫുള്ളി വരുന്നുണ്ട്, എല്ലാ ബബിൾസുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് കളറ് മാറി നമ്മൾ ഒഴിച്ചു കൊടുത്ത ഫ്ലൂയിഡിൻ്റെ കളറാവും. കളറായി കഴിഞ്ഞാലും കുറച്ചുകൂടെ വരണം പുറത്തേക്ക്, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ബബിൾസ് കാര്യങ്ങളെല്ലാം വരാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയർ ഭാഗങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഏറെക്കുറെ ബബിൾസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ, ഇല്ല. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞു എന്ന് കരുതും കേട്ടോ, പക്ഷേ എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ആ സെയിം ടൈമിൽ നമുക്കിവിടെ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കണം. പുതിയ ഫ്ലൂയിഡ് സീൽഡ് കണ്ടെയ്നർ ആയിരിക്കണം. അതായത് നമ്മൾ സീല് പൊട്ടിച്ചതിൽ നിന്ന് വേണം നമ്മളിത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പഴയ ഫ്ലൂയിഡൊന്നും എടുത്ത് ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്, ഫുള്ളി ബബിൾസ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഇത് കഴിയാറായെന്ന് പറയാം. ബബിൾസുകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം നമുക്ക് മറ്റു വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന് നമ്മളൊരു പ്രത്യേകം സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡാണ് നമുക്ക് കാണാൻ പറ്റും. ബാക്ക് സൈഡിൽ നിന്നൊക്കെ വരുന്ന ഇതിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡാണ്, അതായത് നമ്മുടെ സിലിണ്ടർ ഡാമേജ് ആയ സൈഡാണ് ഈ ഒരു ഫ്ലൂയിഡ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതൊക്കെ കംപ്ലീറ്റ്ലി കണ്ടോ, ആ സെയിം ആസിഡാണ്. അതായത് നമ്മുടെ അകത്തെ പഴയ ആ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന ആസിഡാണ്, ആസിഡ് പോലുള്ള ഫ്ലൂയിഡാണ് ഇപ്പുറത്ത് കാണുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതിൽ പെട്രോൾ കുറവായിരുന്നു കാറിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിൽക്കണം. അപ്പോൾ നമ്മളൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് കുറച്ച് പെട്രോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ ബീഡിങ്ങിലേക്ക് പോവാം. നമ്മുടെ അകത്തുനിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ബ്രേക്ക് പെഡൽ പമ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കും. ആ ടൈറ്റ് ചെയ്ത് ചവിട്ടി പിടിച്ച് വെക്കുന്ന സമയത്താണ് നമ്മളിത് ലൂസ് ചെയ്യുന്നത്. ആ സമയത്ത് അകത്ത് ബ്രേക്ക് പെഡൽ താഴ്ന്നു പോവും നമ്മളിവിടെ ലൂസ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന എയർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്ലൂയിഡുകളെല്ലാം പുറത്തേക്ക് വരും. ഇപ്പോൾ കാണാൻ പറ്റും, ഞാൻ അത് ലൂസ് ചെയ്തപ്പം അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ 4 വീലിലും, അതായത് ഒരു
നമ്മൾ ഒരു 2-3 ടൈംസ് 2-3 ടൈം നമ്മൾ അത് ഫുള്ളി ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ആ ഒരു പഴയ ഫ്ലൂയിഡ് മാറിയിട്ട് ഈ ഒരു പുതിയ ഫ്ലൂയിഡ് വരുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാറുകൾക്കും ബാധകം കേട്ടോ. കാരണം എല്ലാ കാറുകളിലും ഇതുപോലെ വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമുക്ക് സ്മൂത്താണ്. കാരണം ഞാൻ നിങ്ങൾക്ക് പെഡല് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇതാ പെഡലിൽ കാല് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഒരു സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരു ടെൻഷനും ഇല്ല. ജസ്റ്റ് ഒന്ന് പെഡലിൽ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമ്മളിപ്പം പുതുതായിട്ട് കാർ ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ വലത്തെ കാല് കൊണ്ട് വേണം നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ കാണാൻ പറ്റും. ഒരു മാക്സിമം ഒരു 5 ലോക്ക്, ഒരു 5-6 ലോക്കേ മാക്സിമം വരുള്ളൂ. അതായിരിക്കും ഒരു കറക്റ്റ് പെർഫെക്റ്റ്. അതായത് നിങ്ങൾ ഏതൊരു ഇറക്കത്തിൽ കൊണ്ട് ചെന്നിട്ടാലും കാർ അവിടെ നിൽക്കും, ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാർ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. ഇനിയും ഉണ്ട് പ്രോസസ്സ്. ഇനി നമുക്കുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീലിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അതായത് 4 വീലിൻ്റെയും ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് റിയർ റൈറ്റ് ആണ്, അതുപോലെ ഇത് നിങ്ങൾ കാണുന്ന റിയർ ലെഫ്റ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും വീലിന് കൂടുതലായിട്ട് ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത ശേഷം മാത്രം വിടണം. ഇപ്പം ഞാൻ ഏകദേശം 3 വീല് ചെക്ക് ചെയ്തു, വലിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് വീലും കൂടെ ഒന്ന് നോക്കാം. ഇത് ഫ്രണ്ട് റൈറ്റ് ആണ്, ഇതിനും വലിയ കുഴപ്പമില്ല. ഓൾമോസ്റ്റ് നമ്മുടെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വർക്ക് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്ലൂയിഡ് കറക്റ്റ് ആണോ നോക്കാം. കാരണം ഫ്ലൂയിഡിൻ്റെ ലെവലും കൂടെ ചെക്ക് ചെയ്യണം. ലെവലെല്ലാം കറക്റ്റാണ്, നോ പ്രോബ്ലം, എല്ലാം ഓക്കെയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ്. ഓക്കെ ഗൈസ്, കണ്ടോ ഈ ഒരു പഴയ സിലിണ്ടറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വളരെ ഡേർട്ടിയാണ്. കാരണം ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലായിരുന്നു കേട്ടോ ഈ കാറിന്. കാരണം നമ്മൾ ഹാൻഡ് ബ്രേക്കിലാണ് ഈ കാർ ഓടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഇതിൻ്റെ ഓണർ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് എന്തെങ്കിലും വീൽ സിലിണ്ടർ ലീക്ക് ആയതോ കാര്യങ്ങളോ ഒക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ റിസർവോയറിൽ, അതായത് ഈ ബ്രേക്ക് ഫുഡ് ഒഴിക്കുന്ന സ്ഥലത്ത് ഓയിൽ കുറയുന്നില്ല. നിങ്ങൾക്ക് ബ്രേക്ക് വളരെ ലോ ആണ്, പെഡൽ ഫുൾ താഴെയാണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് മാറണം. ഓക്കെ ഗൈസ്, താങ്ക്